നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും തോന്നിയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ സമയം. ചില കാര്യങ്ങൾക്കായി നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കും, ഒരുപാട് കാത്തിരിക്കും. പക്ഷെ എന്തുകൊണ്ടാണ് ചിലപ്പോൾ ഇത്രയും താമസമെന്ന് ചിന്തിച്ചിട്ടുള്ളേ? വാ, നമുക്ക് അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാം. ശരിക്കും ഇത് നമ്മളിൽ പലരും സ്വയം ചോദിക്കുന്നൊരു ചോദ്യമാണല്ലേ. ദൈവമേ, എന്താ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉടനെ ഒരു മറുപടി തരാത്തത്? ചില അനുഗ്രഹങ്ങൾക്കായിട്ട് മാസങ്ങളല്ല, ചിലപ്പോൾ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു നിരാശ തോന്നും. അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ ഈ പറയുന്ന ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന എന്നുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ അത് ഒരു തെറ്റിദ്ധാരണയാണ്. അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. ദൈവം പ്രവർത്തിക്കുന്നത് നമ്മുടെ കലണ്ടറോ ക്ലോക്കോ നോക്കിയിട്ടല്ല. നമുക്ക് തിരക്കുണ്ടാകും, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കണം എന്ന ആഗ്രഹവുമുണ്ടാകും. പക്ഷേ ദൈവത്തിൻ്റെ പ്ലാനും കാഴ്ചപ്പാടും നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണ്. ശരി, അപ്പോൾ നമുക്ക് കുറച്ച് ചരിത്രത്തിലേക്ക് ഒന്ന് നോക്കിയാലോ? ഈ കാത്തിരിപ്പെന്ന് പറയുന്നത് നമുക്ക് മാത്രം വന്നൊരു കാര്യമല്ല കേട്ടോ. ബൈബിളിൽ നോക്കിയാൽ ദൈവത്തിൻ്റെ സമയത്തിനായി ക്ഷമയോടെ കാത്തിരുന്ന ഒരുപാട് പേരുടെ കഥകൾ നമുക്ക് കാണാൻ പറ്റും. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ കാര്യം തന്നെ ഒന്ന് ഓർത്തു നോക്കൂ. ഒരു കുഞ്ഞിനു വേണ്ടി അദ്ദേഹം എത്ര വർഷങ്ങളാലേ കാത്തിരുന്നത്. പ്രായമൊക്കെ കഴിഞ്ഞ് ഇനിയൊരു പ്രതീക്ഷയുമില്ല എന്നു തോന്നിയ സമയത്താണ് ദൈവം ആ വാക്ക് പാലിച്ചത്. ആ കാത്തിരിപ്പ് അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ എത്രയോ ആഴമുള്ളതാക്കി. ഇനി യോസേഫിൻ്റെ കാര്യം നോക്കിയാലോ? വലിയൊരു ഭരണാധികാരിയാകുന്നതിന് മുൻപ് ഒരു തെറ്റും ചെയ്യാതെ വർഷങ്ങളോളം അദ്ദേഹം ജയിലിൽ കിടന്നു. ആ കഠിനമായ വർഷങ്ങളാണ് ഒരു രാജ്യത്തെ മുഴുവൻ നയിക്കാനുള്ള പക്വതയും ക്ഷമയുമൊക്കെ അദ്ദേഹത്തിന് കൊടുത്തത്. ദാവീദിന്റെ കഥ ഇതിലും രസമാണ്. ചെറുപ്പത്തിൽ തന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടു. പക്ഷേ അതിനുശേഷം നേരെ പോയത് സിംഹാസനത്തിലേക്കല്ല, തിരിച്ച് ആടിനെ മേയ്ക്കാൻ. ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ ഇടയ ജീവിതത്തിലെ ഏകാന്തതയാണ് അദ്ദേഹത്തെ ഒരു നല്ല രാജാവും ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആളുമാക്കി മാറ്റിയത്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമുക്കൊരു സംശയം തോന്നും. എന്തിനാണ് ഈ കാത്തിരിപ്പ്? ഇതിനെന്തെങ്കിലും ഒരു കാരണമുണ്ടോ? തീർച്ചയായുമുണ്ട്. ഇത് വെറുമൊരു കാത്തിരിപ്പല്ല, ഇതിനു പിന്നിൽ വളരെ വ്യക്തമായൊരു ഉദ്ദേശമുണ്ട്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: താമസം അതൊരിക്കലും ഒരു നിഷേധമല്ല. അതായത് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാൻ വൈകുന്നു എന്നതിനർത്ഥം ദൈവം അത് തരില്ല എന്നല്ല, അത് കേട്ടില്ല എന്നുമല്ല. ഈ താമസം എന്ന് പറയുന്നത് ശരിക്കും ഒരു തയ്യാറെടുപ്പാണ്. അതെ, ആ കാത്തിരിക്കുന്ന സമയം ശരിക്കും പറഞ്ഞാൽ ഒരു തയ്യാറെടുപ്പിന്റെ സമയമാണ്. ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള ആ വലിയ അനുഗ്രഹം സ്വീകരിക്കാൻ നിങ്ങളെ ഒരുക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ എന്തിനാണ് ഈ തയ്യാറെടുപ്പ് എന്ന് ചോദിച്ചാൽ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ നമ്മളെ എന്തെങ്കിലും അപകടത്തിൽ നിന്ന് സംരക്ഷിക്കാനായിരിക്കും. രണ്ട്, നമ്മളെ കൂടുതൽ ശക്തരാക്കാൻ, ആ അനുഗ്രഹം കൈകാര്യം ചെയ്യാനുള്ള ഒരു കഴിവ് തരാൻ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ചിലപ്പോൾ ദൈവം നമുക്കായി വെച്ചിരിക്കുന്നത് നമ്മൾ ചോദിച്ചതിനേക്കാൾ എത്രയോ നല്ല ഒന്നായിരിക്കും. ഇതിങ്ങനെ ചിന്തിച്ചാൽ മതി. നിങ്ങളൊരു ചെറിയ വാതിൽ തുറന്നു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം നിങ്ങൾക്കായി അതിലും വലിയൊരു വാതിൽ ഒരുക്കുകയായിരിക്കും. ആ വലിയ വാതിലിലൂടെ കടന്നുപോകാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ഈ കാത്തിരിപ്പ്. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രശ്നത്തിന് പരിഹാരം ചോദിക്കുമ്പോൾ ദൈവം ഒരുപക്ഷെ നിങ്ങളെ തന്നെ ആ പരിഹാരമാക്കി മാറ്റുകയായിരിക്കാം. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയമാണ് ഈ കാത്തിരിപ്പ്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ മറുപടികളെ ഒന്ന് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും. ദൈവം ഇല്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു സംരക്ഷണമാണ്. കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ അതൊരു തയ്യാറെടുപ്പാണ്. എന്നാൽ അതെ എന്ന് പറയുമ്പോൾ ആ കിട്ടുന്ന അനുഗ്രഹത്തിന് നമ്മുടെ ജീവിതത്തിൽ വ്യക്തമായൊരു ലക്ഷ്യമുണ്ടാകും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞു വന്നതിൻ്റെ എല്ലാം കാതൽ എന്താണ്? ഈ കാത്തിരിപ്പിൻ്റെ സമയത്ത് നമുക്ക് ഏറ്റവും അത്യാവശ്യമായി വേണ്ട ഒന്നാണ് വിശ്വാസം. ദൈവത്തിൻ്റെ ആ പദ്ധതിയിൽ വിശ്വസിക്കാനുള്ളൊരു ക്ഷണമാണിത്. ബൈബിളിൽ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ വളരെ മനോഹരമായൊരു വാക്യമുണ്ട്: സമയമാകുമ്പോൾ കർത്താവായ ഞാനത് വേഗത്തിൽ നിവർത്തിക്കും. ആ വാക്കുകൾ ശ്രദ്ധിച്ചോ? സമയമാകുമ്പോൾ. അതാണ് പോയിന്റ്. നമ്മുടെ സമയമല്ല, ദൈവത്തിൻ്റെ ആ ശരിയായ സമയം. അതുകൊണ്ട് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിപ്പോൾ ജീവിതത്തിൽ എന്തിനെങ്കിലും വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഒന്നേ പറയാനുള്ളൂ: ധൈര്യമായിട്ടിരിക്കുക, ആ വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക. കാരണം ഒരു കാര്യമുണ്ട്, നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു സത്യം: ദൈവം ഒരിക്കലും വൈകില്ല. നമ്മുടെ നോട്ടത്തിൽ ചിലപ്പോൾ വൈകിയെന്ന് തോന്നാം, പക്ഷെ അവിടുത്തെ ടൈമിംഗ് എപ്പോഴും പെർഫെക്റ്റാണ്. ഓർക്കുക, നിങ്ങളുടെ ഈ കാത്തിരിപ്പ് വെറുതെയാവില്ല. ഏറ്റവും അനുയോജ്യമായ, ഏറ്റവും ശരിയായ സമയത്ത് തന്നെ ദൈവം പ്രവർത്തിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നിങ്ങൾ ഇപ്പോൾ വിശ്വാസത്തോടെ എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ആ കാത്തിരിപ്പിൽ ഈ വാക്കുകൾ ഒരു പ്രത്യാശയും ശക്തിയും നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു.